മാഷാ അല്ലാ നല്ല കണിമാരുടെ കൂടെ നിൽക്കണേ. ഉമ്മ പത്തിരി പെണ്ണുങ്ങൾ ഇപ്പോൾ അവിടെ പത്തിരി കൂടിയായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് മോളെ അങ്ങോട്ട് മാറിക്ക് ഞാൻ പത്തിരി ചുട്ടുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നിങ്ങളത് ചെയ്യേണ്ട, നമുക്ക് പാടത്ത് 2 കൈക്കോട്ടുണ്ട്, അവിടെ കൈക്കോട്ടത്തിൽ അവിടെ കുറച്ച് മണ്ണും കാര്യം അവിടെ കുറച്ച് മണ്ണ് കോരിയിട്ട് വേറെ വാട കിടക്കിടാണ്ട്. അപ്പോൾ നമുക്ക് ആ പണി എടുക്കുമ്മ. അല്ല പത്തിരി ഉമ്മ പറഞ്ഞ് പത്തിരി അവിടെ ഞാൻ ചുട്ടുകൊണ്ട് മോളെ പറഞ്ഞു. അപ്പം അമ്മയോട് പറഞ്ഞു ഉമ്മ പണിക്ക് വെക്കണ്ട, അവിടെ പോയിട്ട് 2 കൈക്കോട്ട് എടുത്തിട്ട് 2 കൊട്ടയുണ്ട്, അത് എടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ വായൻ്റെ കടക്കൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാറുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അസീനാൻ്റെ ഉമ്മയുടെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നന്നമുക്കിലേക്ക് പോവുകയാണ്. പോണ സമയത്ത് ഉമ്മ പറഞ്ഞ കേട്ടോ ഉമ്മ അവിടെ ഇരിക്കണം, എന്തിനാ ഉമ്മയോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ആ ചെന്ന പാട് ഞാൻ നല്ല പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെന്നത്, ഇൻസൈഡൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ ഉമ്മയുടെ മോൾക്ക് 2 കല്യാണക്കാർ ആദ്യം വന്നിരുന്നത്ര. അപ്പോൾ ആ ചെറുക്കനെ എന്താ മോൾക്കും ഉപ്പാക്കും അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ചെക്കനാണ് ഇല്ലമ്മ. ആദ്യങ്ങളെ മോൾക്ക് വന്നത് അസീന മോൾക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുക്കൻ വന്നപ്പോൾ ഓളപ്പ പറഞ്ഞത്ര ഒരു പാനും കടലാസും കൊടുത്തത്ര. കാരണം ചെറുക്കനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞാട്ടാ, ഉമ്മയും മോളും കൂടി പറഞ്ഞ എന്നോട്. അപ്പോൾ മോൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ അത്ര. അപ്പോൾ പിന്നെ ഓനക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ആർക്ക് ഇപ്പം ചെയ്താൽ അത്ര ഒരു പാട്ടിൽ നിങ്ങളപ്പ കടലാസ് ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ആ കാര്യമായിട്ട് പോയി. രണ്ടാമത്തെ കാര്യം വന്നപ്പോഴും വാപ്പ പറഞ്ഞത്ര അങ്ങോട്ടേക്ക് വരാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട് എഴുതിക്കോന്ന്. അങ്ങനെ അത് എഴുതിയപ്പോൾ പിന്നെ അപ്പോഴും വിദ്യാഭ്യാസം വിവരമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്തതാ നമ്മളിപ്പോൾ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ കയറി ചെല്ലണത്. ഞാൻ നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് ഒരു ഏകദേശം ഒരു മമ്മൂട്ടിയുടെ ലുക്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ആരാൻ്റെ കാർ എടുത്തിട്ടാണ് ഞാൻ ചെല്ലണത് നിങ്ങളെ മോളെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങളിപ്പോൾ പാനും കടലാസും ഒന്നും തന്നില്ല. എൻ്റെ ഭംഗി കണ്ടിട്ടും എൻ്റെ ഇൻസൈഡ് ചെയ്തിട്ടും ചെക്കനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടിച്ചിട്ടാ സംഭവം. ഞാൻ സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല. ഇതിപ്പോൾ ഓളപ്പാക്ക് അറിയില്ല. വാപ്പ പറഞ്ഞ് ഓനെ കൊണ്ട് എഴുതിക്കണ്ട, ഓനക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ആ വരവ് ഇൻസൈഡൊക്കെ ചെയ്ത് ആ ഷൂ ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് എൻ്റെ വരവ്. നമുക്ക് ഓർമ്മ ഉണ്ടമ്മ, അത് നമ്മൾ കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ടേ ആൾക്കാർ കാണൂല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം പെട്ടുപോയി. കാരണം ചെക്കനക്ക് വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, ആകെ കുടുങ്ങി. എൻ്റെ അമ്മ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഉമ്മ എന്താ പറഞ്ഞു നിങ്ങൾ അതുള്ള സംഭവമാണ്. അവസാനം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇപ്പം ഇമ്മ ആകെ പെട്ടുപോയി. എൻ്റെ കുട്ടി ഈ അവസ്ഥയിലായല്ലോ റബ്ബേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങളെ മോൾക്ക് സ്വർഗല്ലേ? അവൾക്ക് ഒരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ഇറച്ചിയും പൊറാട്ടയും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മാനെ പൊന്നുപോലെ നോക്കും. ഇനി ഇവിടുന്ന് 50 കൊല്ലത്തിന് ശേഷം ഉമ്മാനെ ഇവിടുന്നാണ് പറഞ്ഞേക്കൂല. അതിൻ്റെ ഒരു വാശിയാണ് കേട്ടാ. 50 കൊല്ലം വരെ നിങ്ങൾ ഇവിടുന്ന് പോകരുതിട്ടാ. അല്ല 50 കൊല്ലം വരെ ഉമ്മൻ്റെ അടുത്തുണ്ടാവും ഉറപ്പാണ്. നിങ്ങൾ പോയി നമ്മൾ കട്ടാക്കാൻ പോവാണ്. നമ്മൾ എല്ലാ കാര്യം ജീവിതത്തിൽ കഴിഞ്ഞ് പോയതൊക്കെ ഞാനും 50 കൊല്ലം കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തോന്നണ ഇനി നമ്മുടെ നാട്ടുകാർക്ക് തോന്നണ്ട, ആർക്കും ഇവിടെ. നിങ്ങളെ ഉമ്മക്ക് ഇറച്ചിയും പൊറാട്ടയും അതുപോലെ കുഴിമന്തി, അതുപോലെ പിന്നെന്താണ് എടി എന്താണ് എന്താണ് കുഴിമന്തി, മറ്റു ഷവർമ്മ, ഇതൊക്കെ ഷവർമ്മൊക്കെ നിങ്ങൾക്ക് വാങ്ങി തരണ്ടേട്ടമ്മ. പിന്നെ ഉമ്മക്ക് ഒക്കെ ഉമ്മനെ നന്നാക്കിയിട്ട് പറഞ്ഞേക്കും ഞാൻ. അതിൻ്റെ ഒരു വാശിയാണ്. എല്ലാം ഉമ്മക്ക് തിന്നാനും കൊടുത്ത് ഞാനും ഉസാറാക്കാനുള്ള പരിപാടിയാണ്.